ഇത് നല്ലപോലെ കഴുകി എടുക്കണം. ഇതിനകത്ത് നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അതും പുറവും നല്ലപോലെ കഴുകണം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്, പണ്ട് കാലത്ത് ആളുകൾ ഈ മുളയ്ക്കകത്തൊക്കെ ചിക്കനൊക്കെ ഇട്ട് കറി വെച്ച ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ മുന്നേ മുള ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മുള ചിക്കനാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും. അപ്പോൾ നമുക്ക് മുള ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചേക്കണം. അപ്പോഴേ മുളയ്ക്കകത്ത് കറക്റ്റായി പോവുള്ളൂ. പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വാങ്ങിച്ചത്. നന്നായി വൃത്തിയാക്കി എടുക്കുന്നതിനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു 3-4 തവണ കഴുകിയിട്ടുണ്ട്. നമുക്കിതിൽ മസാലകൾ മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അധികം ഇടില്ല, കുറച്ചിട്ടാണ് മതി. ഗരം മസാല, ഉപ്പ് പാകത്തിന്, നാരങ്ങ നീര്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തണം, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, കുറച്ച് ഉള്ളി, സവാള അരിഞ്ഞാണ്, തക്കാളി, ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം റെസ്റ്റിന് വെച്ചാൽ സംഗതി ഇറച്ചിയിലൊക്കെ മസാല പിടിക്കുള്ളൂ. ഒരു സാധനം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് റെസ്റ്റിന് വയ്ക്കാൻ. പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ശരിക്കും റെസ്റ്റിന് വയ്ക്കണം. എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ മണം ശരിക്കും ഇപ്പം തന്നെ അടിക്കാൻ തുടങ്ങി. നമ്മുടെ മിക്സി റെഡി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇത് റെസ്റ്റിലിരിക്കട്ടെ. നമുക്ക് നമ്മുടെ മുളയിലേക്ക് ഇതിനെ ആക്കാം. അങ്ങനെ 1 മണിക്കൂർ റെസ്റ്റ് നിൽക്കുന്നത് നല്ല കുളകുളാന്നായിട്ടുണ്ട്. മുളയ്ക്കകത്ത് ചിക്കൻ കൊണ്ട് കയറ്റി വിടുക. ഒരുപാട് നിറയ്ക്കാൻ പാടില്ല, ഒരു 3/4 ഭാഗമേ ആക്കാൻ പാടുള്ളൂ, മതി.
ഇനി നമുക്കിതുപോലത്തെ കുറച്ച് ഇലയെടുത്ത് മടക്കണതിന് മടക്കി ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മുടെ മുളയ്ക്കകത്ത് തുരുക്കി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അതേപോലെ എല്ലാത്തിനും നമുക്ക് ഒരു 4 ഇല മടക്കി വയ്ക്കാം. ഈ ഇലൻ്റെ പേര് പ്ലാച്ചി ഇല എന്നാണ്. ഇലയാടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയാണത്. ഇതാണ് നമ്മുടെ അടുപ്പ്. ഇത് കത്തിച്ചെടുക്കാൻ ഈ ഗ്യാപ്പിൽ നമ്മൾ തീ കത്തിക്കും. കുറച്ച് ഓലയിടാം ആദ്യം. അതായത് എല്ലാവരും ഒപ്പം കത്തിപ്പിടിക്കും. കുറച്ച് ചെറിയ വിറകും ഇട്ടുകൊടുക്കണം. കുറേ നേരം കത്തിക്കേണ്ടതാണ്. കുറച്ച് വലിയ വിറകും കൂടി ഇട്ടുകൊടുക്കണം. നമുക്കിത് ഒരു തലയ്ക്ക് നമുക്ക് തീ വെച്ച് വിടാം. കർപ്പൂരൊക്കെ വെച്ചുകൊണ്ട് അതൊരു എല്ലാം ഒപ്പം കത്തിപ്പിടിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഇത് വെച്ചിട്ട് നല്ലോണം കത്തിച്ചു വിടാം. ഇച്ചിരി ഗ്യാപ്പോട്ട് വയ്ക്കാം. നടുക്ക് കൂടെന്ന് വെച്ചാൽ സംഗതി കറക്റ്റായി. കത്തി ശരിക്ക് നല്ലോണം കത്തണം. ഈ മുളയൊക്കെ തീ പിടിക്കണം, എങ്കിൽ ഇത് സംഭവം കറക്റ്റാവും. കുറച്ച് പുറകിൽ കത്തട്ടെ. ഇത് ഓർമ്മയായിട്ട് തിരിച്ച് വെച്ച് കൊടുക്കാം. സംഭവം ഉള്ളിൽ നിന്ന് ആവി വരുന്നുണ്ട്. പണിയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തിരിക്കാൻ പറ്റുള്ളൂ. പതുക്കെ വെച്ച് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സംഗതി റെഡിയായി. നമുക്ക് ഓരം നിർത്തിട്ട് നിർത്തി വയ്ക്കാം. അതാണ് മുളയൊക്കെ കത്തി സൂപ്പറായിട്ടുണ്ട്. മുള കത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പുട്ടുകിട്ട പോലെ അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ബാംബൂ ചിക്കൻ എങ്ങനെയുണ്ട് നോക്കാലോ. അത് ഇച്ചിരി ബ്രെഡിൽ ഇച്ചിരി മസാലയൊക്കെ നോക്കിയാൽ ചിക്കനൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ? നല്ലൊരു അടിപൊളി ഒരു ഡിഫറെൻറ്റ് ഫീലിങ്. ആ മുളൻ്റെ അല്ലേ ആ മണമൊക്കെ കൂടിയിട്ടേ. ഇത് ചിക്കൻ കറിൻ്റെ ടേസ്റ്റ് അല്ലേട്ടാ. നമ്മൾ മുള ഇതിങ്ങനെ ചൂടാകുമ്പോൾ മുളൻ്റെ ആ പച്ച മുളയിലുള്ളൊരു നീരിങ്ങനെ പുറപ്പെടും. അതിൻ്റെ ഒരു മണവും കൂടി ഉണ്ട് അല്ലേ, മുളൻ്റെ ഒരു പച്ചമുളൻ്റെ മണം. ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിയാണ്. ഈ മുളയരി കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് പണ്ട്. സംഗതി ഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ ചിക്കൻ കറി വെക്കണ ഒരു സുഖം കിട്ടണം പറഞ്ഞാൽ കിട്ടില്ല. ഇതൊരു ഡിഫറെൻറ്റ് ഫീൽ. അതെ, അതൊരു വ്യത്യസ്തം വരും. നല്ല മണം, സൂപ്പർ മണമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഞങ്ങൾ കുറച്ച് മാറ്റി, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് വീട്ടിലേക്ക് കൊടുക്കാമെന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾക്കും വീട്ടിലേക്കും കുറച്ചെടുക്കാം. പൊളി സാധനമല്ലേ? ബ്രെഡ് അമ്മോ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ്. ആ ബ്രെഡിനുള്ള ചെറിയൊരു മധുരവും ചിക്കനിലുള്ള ചെറിയൊരു എരിവും അല്ലേ? നല്ലപോലെ ആ മുളയൊക്കെ ശരിക്കും തീ കത്തി. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. ഓ പറയാനില്ലല്ലേ, പൊളി സാധനം എന്ന് വെച്ചാൽ പൊളി സാധനം. അപ്പോൾ ഓക്കെ, വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.